ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്നുമിനാസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നന്നുമിനില്ല കേട്ടോ. നന്നുമിന സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനിയുണ്ട് അവർ വരാനായിട്ട്. ഇപ്പോൾ ഇവിടെ ടൈം ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചെറിയൊരു വീഡിയോ ഞാൻ ഒറ്റയ്ക്കൊന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. എനിക്കറിയാം നന്നുമിന ഇല്ലെങ്കിൽ വീഡിയോ ഒന്നും ഹിറ്റാവില്ല, ഇപ്പോൾ പോണ അത്ര വ്യൂസ് പോലും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും അങ്ങനെ ഞാനിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ പണിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പണിയാണ്. അപ്പം പണി ഒന്ന് ഇത്തിരി സ്മൂത്താക്കാനായിട്ട് വല്ല പാട്ട് വെച്ചുകൊണ്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിലും ഇത്തിരിയും കൂടി നിങ്ങളോടിങ്ങനെ സംസാരിച്ചു കൊണ്ട് ആ പണി ചെയ്യുകയാണെങ്കിൽ പണി എൻ്റെ വഴിക്ക് നടക്കും, എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇത് എന്താണ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ചിറ്റാറ്റ്, നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞങ്ങൾക്ക് കമൻസും ലൈക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വിശേഷവും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ വന്നിട്ട് എന്താണെന്നറിയാമോ, ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ചെറുതായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ട്വാൻ ട്വാൻ ട്വാൻ. ഇത് നന്നുൻ്റെയും മുന്നയുടെയും ഒരു കബോർഡാണ്. ഇതിനകത്താണ് അവരുടെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സെല്ലാം വെക്കുന്നത്. ഇത് ഞാൻ മടക്കി വെക്കാറുണ്ട്, മടക്കി വെച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇവർ ഓടി വന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മുന്നേ വന്ന് എടുക്കുന്നത് മുന്നേ വന്ന് എടുക്കുന്നത് നന്നു പിന്നെയും ഇത്തിരി മയമുണ്ട്. മുന്നേ വന്ന് എടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് മുന്നേ എടുക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം താഴെ പോയി നോക്ക്. എന്നിട്ട് ഇതിവിടെ ഇട്ട് വാതിലടച്ച് അവൻ്റെ പാട് നോക്കി പോകും. ഇതാണ് ഇവിടെ എപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യും, അപ്പം ഞാൻ വഴക്ക് പറയുമ്പോൾ ഡ്രസ്സ് താഴെ കണ്ടുകഴിയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും. അപ്പം ഞാൻ വഴക്ക് പറയുമ്പോൾ അവനെന്ത് ചെയ്യും, എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കുത്തിക്കയറ്റി വയ്ക്കും. കണ്ടോ, അങ്ങനെയാണ് ഈ ഒരു സംഭവം ഈ ഒരു രീതിയിലായത്. നോക്ക്, ഇങ്ങനെ കുത്തിക്കയറ്റി വയ്ക്കും. അപ്പോൾ അത് ഇങ്ങനെയായി. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ലക്ഷ്യം എന്നല്ല, കുറേ നാളായി ഞാൻ വിചാരിക്കണേ, കുറേ നാളല്ല കുറച്ച് ദിവസമായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വൃത്തി മെനയൊന്നുമില്ലേ, എന്താണ് തുണി മടക്കലൊന്നും ഇല്ലേന്ന് വിചാരിക്കും. അല്ല, കുറച്ച് ദിവസമായി. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 2 വീക്സൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ മടക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഇത് മടക്കി വയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് മടക്കി വയ്ക്കുകയാണെങ്കിൽ തുണി മടക്കലും ആകും, എനിക്ക് ബോറും അടിക്കില്ല അല്ലേ. അപ്പോൾ അത് കാരണം നമുക്കപ്പോൾ തുണി മടക്കാം. അപ്പം മുടക്കണമെങ്കിൽ ഇത് ആദ്യം എല്ലാം ഇങ്ങനെ താഴേക്ക് എടുത്തിടണം. കണ്ടോ, ഇതിൽ ഞാൻ ഇവരുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സ് ഉണ്ട് കേട്ടോ, 2 പേരും. അതൊക്കെ കാണിച്ചു തരാം. പണിയാണ്, പിന്നെ കുറേ ഉണ്ട്. ഞാൻ ഇവരെ വീട്ടിലിടാനായിട്ട് ഡ്രസ്സ് മേടിക്കാറില്ല. നമ്മളൊരുവിധം ഇട്ടിട്ട്, ഇവർക്കാണെങ്കിൽ ഒരു ഇടൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇടലാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കറയുണ്ടാവും. അപ്പോൾ അതെ, ഞാൻ തുണി കൊണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ഞാൻ തുണി കൊണ്ട് മൂടും ചിലപ്പോൾ. അടിയിൽ ഞങ്ങൾ കുറച്ച് വിളക്ക്, എനിക്ക് കല്യാണത്തിന് കിട്ടിയ ഐറ്റംസാണ് ഇതെല്ലാം. അതിനകത്ത് ഡ്രസ്സ് ഇട്ട് വെച്ചേക്കത് കണ്ടോ. ഇത് ഓട്ടുപാത്രങ്ങൾ എന്ന് പറയും. ഈ ഒരു ഓട്ടുപാത്രം തന്നത് എനിക്ക് ആരാന്നറിയാമോ? അതൊരു ചെറിയൊരു സങ്കട സ്റ്റോറിയാണ് കേട്ടോ. അത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫാമിലിനേക്കാളും അടുപ്പം, ചില ബ്ലഡ് റിലേഷൻ അല്ലെങ്കിലും അത് മോർ എന്താ പറയുക, എന്തൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിലും അതിലും അടുപ്പമാണ്. അങ്ങനത്തെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ ഇന്നില്ല. അവൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് എനിക്ക് വന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു മരണമായിരുന്നു. അപ്പോൾ അവൻ ക്യാൻസറായിരുന്നു. അവൻ
നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായിരുന്ന ഒരു പയ്യനായിരുന്നു. +2 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അവനിങ്ങനെ കാലയിൽ ക്യാൻസർ, മുട്ടിൻ്റെ അവിടെ എന്തോ ക്യാൻസർ വന്നിട്ട് മൊത്തത്തിൽ സ്പ്രെഡായതാണ്. കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എൻ്റെ കല്യാണം കണ്ടത്, അവന് എൻ്റെ കല്യാണം കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവൻ എൻ്റെ കല്യാണം കണ്ടത് എൻ്റെ മണ്ഡപത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ലോങ് സൈഡിൽ നിന്ന് വണ്ടി അവിടെ ഇട്ട് വണ്ടിയിലിരുന്നാണ് അവൻ എൻ്റെ കല്യാണം കണ്ടത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവനെ കണ്ടു. അപ്പോൾ പറയാം, നമുക്ക് ഈ ലാസ്റ്റ് ശ്വാസം വലിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ അവൻ ഓക്സിജൻ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക സൈഡിൽ തിരിഞ്ഞ്. അപ്പോൾ അവൻ എന്നോട് ഞാൻ പറഞ്ഞു, മോനെ തിരിച്ച് വരണം കേട്ടോ, ഞങ്ങൾക്ക് നിന്നെ വേണം, നല്ല ഇതായിട്ട് തന്നെ നീ തിരിച്ചു വരണോട്ടാന്ന് പറഞ്ഞപ്പോൾ എന്നെ ചിരിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചവനാ. പിന്നെ വരുന്ന ഓരോ ഫോൺ കോൾസും എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ഞാൻ ഈ ന്യൂസ് കേൾക്കുന്നത്, അവൻ ഞങ്ങളെ വിട്ട് പോയി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ എന്തോ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ മരണം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. മാത്രമല്ല എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ മനസ്സിലുള്ള വിഷ്ണു എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് ആ ലാസ്റ്റ് സമയം ചിരിച്ചുകൊണ്ട് പറ്റുന്നില്ല അവന് ചിരിക്കുക. എന്നിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ ഭയങ്കര അടുപ്പമായിരുന്നു എന്നോട്. പറ്റുമെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തംസപ്പ് ചെയ്ത വിഷ്ണുവിനെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. അവൻ എന്താണ് എൻ്റെ കല്യാണത്തിന് അശ്വതിക്ക് കൊടുക്കുക എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത്, എന്നും ഓർത്തിരിക്കണം ചേച്ചി എന്നെ, അപ്പോൾ എപ്പോഴും ഇത് കാണുമ്പോൾ ചേച്ചി എന്നെ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു സെറ്റ് ഓഫ് ഓട്ടുപാത്രമുണ്ട്, തൂക്കുവിളക്കുണ്ട്, വിളക്കുണ്ട്, എല്ലാം ഉണ്ട്, കിണ്ടിയുണ്ട്, എല്ലാം കൂടി സെറ്റായിട്ട് അവൻ്റെ താല്പര്യത്തിൽ മേടിച്ചതാണെന്നാണ് അങ്കിൾ പറഞ്ഞത്. അപ്പം അങ്ങനെ അതൊരു വല്ലാത്തൊരു സാഡ് ന്യൂസാണ്. എന്തായാലും ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു കേട്ടോ അവൻ മരിച്ചിട്ട്. എന്നാലും എല്ലാവരുടെയും മനസ്സിലവനുണ്ട് ഇപ്പോഴും. അപ്പോൾ എന്തായാലും നമുക്ക് വിഷ്ണുവിനെ ഓർത്ത് ഞാനിത് കണ്ടപ്പോഴും അത് ഓർത്തേ, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞ് നമുക്ക് ഇങ്ങൻ്റെ പടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ തുണി ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതാണ് കേട്ടോ തുണി, ഇത്ര അധികം മടക്കാനുണ്ട്. അമ്മേ, എനിക്കൊരു ട്രൈപോഡ് കിട്ടിയിട്ടോ പക്ഷെ ഇതിൻ്റെ കഴുത്തൊക്കെ ഒടുങ്ങിയിരിക്കുകയാണ്. ഈ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ ഓടും. ചെറുക്കന്മാർ ഒരു കാരണവശാലും മര്യാദയ്ക്ക് വെക്കാൻ സമ്മതിക്കുകയില്ല. ഇപ്പം ഞാനത് വൃത്തിയാക്കിയില്ലേ, നാളെ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ തന്നെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ നമുക്ക് തുണി മടക്കാൻ തുടങ്ങാം. അമ്മ സൗണ്ട് ഒന്ന് കുറയ്ക്കോ അമ്മേ സൗണ്ട് ഒന്ന് കുറയ്ക്കോ കുറച്ച്. ഇതിനകത്ത് ഇത് വരിക, ക്ലെയിം കയറി വരിക, ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ പഴയ ഡ്രസ്സ്, അപ്പം ഞാൻ എപ്പോഴും ഇവർക്ക് വീട്ടിൽ ഡ്രസ്സ് മേടിക്കാറില്ല. ഇവർക്ക് ഡ്രസ്സ് മേടിച്ചാൽ ഞാൻ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കോസ്റ്റ്ലി ഡ്രസ്സ് മേടിക്കാറില്ല. കാര്യം നമ്മൾ ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും അത് ചെറുതായി പോകും. അപ്പോൾ അത് കാരണം കോസ്റ്റ്ലി ഡ്രസ്സ് മേടിക്കാറില്ല. ഒരു വീട്ടിൽ ഇടണ പോലത്തെ ഡ്രസ്സ് തന്നെയാണ്, കോമൺ ആയിട്ട് ബനിയൻ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് മോസ്റ്റ്ലി. ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇങ്ങനത്തെ പല കളറിൽ, ഇത് 120 റുപ്പീസൊക്കെ ഉള്ളൂ ഇതിന്. പിന്നെ ഇങ്ങനത്തെ പല ട്രൗസേഴ്സ് ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം പുറത്ത് വിടാം. പിന്നെ വല്ല മാരേജ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അതിപ്പോൾ ഒന്നും ഇല്ലല്ലോ, കൊറോണ ആയിട്ട് ഇപ്പോൾ മാരേജ് ഫംഗ്ഷനും ഇല്ല. കുറേ നാളായി നമ്മൾ മാരേജ് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ അടുത്ത് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഞാൻ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. 2 ഗ്ലാസ് ഉണ്ട് ഈ അലമാരിയിൽ. എനിക്കെൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഈ അലമാരി തന്നെ ഒരു ചടങ്ങുണ്ട്. അതിന് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും മേടിച്ച് തന്നാണ്. അപ്പോൾ ഇതിനകത്താണ് കേട്ടോ. അതൊന്നും ഞാൻ തുറക്കണില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം തുറന്നാലും മടക്കിയതാണ് യൂണിഫോം, അവരുടെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ്, പുറത്തിരുന്ന നല്ല നല്ല ഡ്രസ്സ്, അത്യാവശ്യം കറയൊന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കറയാക്കും. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ കോസ്റ്റ്ലി ഡ്രസ്സൊന്നും എടുക്കാറില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് വീട്ടിലിരിക്കും. എന്നാലും ഞാൻ അത്യാവശ്യം അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അടുത്തിടയിൽ പോകുമ്പോഴൊക്കെ അതിട്ട് കൊടുത്തു വിടും. പിന്നെ ഒട്ടിടാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ കളർ ഫെയ്ഡായ അപ്പോൾ അതൊക്കെ വീട്ടിലിടും. അങ്ങനെയായിട്ട് ഇത്ര അധികം ഡ്രസ്സ് വന്നത്. അല്ലാതെ വീട്ടിലിടാൻ ഡ്രസ്സ് മേടിക്കാറേ ഇല്ല.
അപ്പം ഞാൻ എപ്പോഴും പഴയ ഡ്രസ്സാണ് ഞാൻ എപ്പോഴും എന്താണ് ആദ്യം വെക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നന്നു മുന്നേ ഇട്ട ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ നന്നുവിൻ്റെ ഡ്രസ്സ്. അയ്യ എന്ത് രസമായിരുന്നു പറയുന്നത്. നോക്കി കുട്ടി പാൻറ്റൊക്കെ നോക്ക്. ഇതൊരു പ്രത്യേക പാൻറ്റാണ്. ഇത് ഇങ്ങനെയൊക്കെയുള്ളൊരു പാൻറ്റ് ഉണ്ടല്ലോ. ഇതാണ് നന്നുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നന്നു ഇട്ട ഡ്രസ്സാണിത്. ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. എൻ്റെ ഫോണിൻ്റെ ഒരു കാർഡ് എന്തെന്ന് അതിൻ്റെ ഉള്ളിൽ മെമ്മറി കാർഡോ അങ്ങനെ എന്തൊരു സംഭവമില്ല, അതൊക്കെ പോയിട്ട് എൻ്റെ ഇതാണ് അതിൻ്റെ ഷർവാണിന്നോ എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നന്നു ഇട്ട ഡ്രസ്സ്. ഇത് ഞാൻ കളയാതെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് അവരെ കാണിച്ച് അവർ ഏത് നിമിഷം. അപ്പോൾ ഇത് ഞാൻ ആദ്യം അടിയിലെടുത്ത് വെക്കും. അത് അവന്മാരെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിപ്പിളക്കും. ഇതാണ് മുന്നേ ഇട്ട ഡ്രസ്സ്. മുന്നേ ഇട്ട ഡ്രസ്സിൻ്റെ കയ്യൊക്കെ ഉള്ളിലേക്ക് ഇട്ട്. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സ് ആ ഒരൊറ്റ ദിവസം ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിപ്പോയി. മുന്നേടെ ഇതും അല്ല, മുന്നേക്കും അതേപോലത്തെ കാര്യം. ഇവർ തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഇല്ല, രണ്ടുപേരും ക്ലോസ് ഗ്യാപ്പാണ്. അപ്പം അത് കാരണം കണ്ടോ, അത് കാരണം ഈ ഒരു ട്രെൻഡ് മാറുന്നേക്ക് മുന്നേ തന്നെ മുന്നേക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റി. ഇതെൻ്റെ ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം. വെള്ളപ്പൊക്കത്തിൽ ഒന്നും പോവാതെ, വെള്ളപ്പൊക്കത്തിലെല്ലാം പോയി, ഒന്നുമില്ല ഇനി പോവാനായിട്ട്. അങ്ങനെ എല്ലാം പോയിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന, പോവാതെ വെച്ചിരിക്കുന്ന ഈ 2 ഡ്രസ്സാട്ടോ. അവരുടെ ഒരു ഓർമ്മയ്ക്ക് ഫോട്ടോസ് വരെ കുറേ പോയി. എൻ്റെ ഫോണിൻ്റെ മെമ്മറി പോയി. അതിനകത്തായിരുന്നു നമ്മുടെ മൂത്ത ആൾ. എപ്പോഴും മൂത്ത ആളുടെ ഓരോ വളർച്ചയെ നമ്മൾ ഫീഡ് ചെയ്യും ഫോണിൽ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫോൺ മേടിച്ചത് തന്നെ. അപ്പം നന്നുവിൻ്റെ ഓരോ വളർച്ചയും ഓരോ സ്റ്റെപ്പും ഞാൻ അതിൽ ഫീഡ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ എന്ത് പറ്റി അത് പോയി. ഇതവൻ്റെ ജുബയാണ്. ഇതൊന്നും ഇടാറില്ല, ഇതൊക്കെ ചെറുതായി. എങ്ങാനും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ഇവർക്ക് ചാച്ചാജി ആയിട്ടൊക്കെ ചിൽഡ്രൻസ് ഡേയിലേക്കൊക്കെ വേണമായിരുന്നു. അന്ന് ഞാൻ ഇടിച്ചതാണ്. ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ ഏറ്റവും അടിയിലേക്ക് വെക്കും. ഇതിനകത്ത് ഇപ്പോൾ ഈ ഇടണതും ഇടാത്തതൊക്കെ നോക്കിയെടുക്കാനാണ് പാട്. അപ്പോൾ അങ്ങനെ ഇടയിൽ തുണി മടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നതാണ്. കോളെന്ന് പറഞ്ഞാൽ നാത്തൂൻ. അപ്പം ഞങ്ങൾ നാത്തൂനോട് വന്ന് കുറച്ച് സൊല്ലേക്ക് വന്നപ്പോഴേക്കും ഞാൻ ഇത് വീഡിയോ എൻ്റെ പേര് വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ തുണി മടക്കി വെച്ചു കൂട്ടാം. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് ചെറിയൊരു കബോർഡാണ്, അപ്പോൾ അത് അത്ര അധികം ഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഇത്തിരി ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു ജോഡി ഡ്രസ്സും കൂടി എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. ഹൂഡീസാണ് ഇത്, കണ്ടത്. ഇത് നന്നുവിൻ്റെ ഹൂഡിയാണ്. ഇതും നന്നു കുഞ്ഞാവായിരുന്നപ്പോൾ ഇട്ടതാണ്. പിന്നെ ഒരു ഹൂഡിയും കൂടി ഉണ്ട്. ഞാൻ മടക്കി വെച്ചാൽ കാണിച്ചു തരാതെ. ഞാൻ മടക്കി വെച്ചതാ. ഇത് നോക്ക്, ഇത് മുന്നേ കുഞ്ഞാവായിരുന്നപ്പോൾ നോക്ക്. എൻ്റെ അറ്റത്തൊക്കെ നോക്ക്, കണ്ട. ഇതാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അവരുടെ ബിലോങ്ങിങ്സിൽ. വലുതാകുമ്പോഴും ഇപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടെ കാണിച്ചു കൊടുക്കും. അപ്പോഴേക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ ഇത് ഇടണം എന്നാ, മുന്നേക്ക് ഇത് ഇടണം എന്നാ പറയണേ. ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ അടിയിലേക്ക് മടക്കി എടുത്ത് വയ്ക്കട്ടെ. ഇത് ഇപ്പോഴാണ് കിട്ടിയത്. നന്നു മെയിനായിട്ട് ഞാനിന്ന് വീഡിയോ ചെയ്യുന്ന നേരത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നന്നുവിനെയും മുന്നേനെയും കുറിച്ചാട്ടാ. ഇത് നന്നുവിൻ്റെയും മുന്നേടെയും ചാനലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നന്നുവിൻ്റെയും മുന്നേനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടാവില്ലേ, അതും കൂടി കേട്ടോ. നന്നു മുന്നാന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇയേഴ്സ് ഗ്യാപ്പേ ഉള്ളൂ. രണ്ടുപേരും ക്ലോസ് ഗ്യാപ്പാണ്, അധികം ഏജ് ഡിഫറൻസ് ഇല്ല. മുന്നേ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് കിട്ടിയതാട്ടോ മുന്നേനെ ഞങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും അതെ, മെൻ്റലി ആണെങ്കിലും അതെ, ഞങ്ങളൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാനും കൂട്ടായിരുന്നു. ആ സമയത്താണ് മുന്നേടെ വരവ്. നന്നു മുന്നേയും തമ്മിൽ ഇപ്പം രണ്ടുപേരും എൻ്റെ ഈ കുഞ്ഞു കുമ്പേന്ന് വന്നതാണെങ്കിലും എപ്പോഴും നന്നൂടുത്ത് മുന്നെടുത്ത് ഞാൻ പറയും, എൻ്റെ കുമ്പേന്ന് വന്നതാണ് നിങ്ങളതിങ്ങനെ പറയണം. അത് ഞാൻ പറഞ്ഞില്ല, പറയാൻ. ഒരേ ബ്ലഡ് ആണെങ്കിലും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് എല്ലാ കാര്യത്തിലും. നന്നുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തിരി കൂടി ഞാൻ അടുപ്പിച്ച് വെക്കട്ടെ കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് അടുത്ത് പറയണം.
നന്നുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര കോപ്പറേറ്റീവാണ്. അവനുണ്ടല്ലോ എല്ലാ കാര്യവും അവൻ്റെ തന്നെ, അവൻ ഒരു പ്രാവശ്യം എല്ലാം കണ്ടാൽ മതി, എല്ലാം അതനുസരിച്ച് ചെയ്യും, അങ്ങനെയാണ്. മുന്നേ കുഞ്ഞായിരുന്ന സമയത്തും ഞാൻ ക്യാരിങ് ആയിരുന്ന സമയത്തും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. അന്ന് കുഞ്ഞാണെങ്കിലും അവൻ ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുട്ടേട്ടൻ ഉണ്ടായിരുന്നില്ല, കുട്ടേട്ടൻ അന്ന് സൗദിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ക്യാരിങ് ആയത് അറിഞ്ഞപ്പോഴാണ് കുട്ടേട്ടൻ സൗദിയിലേക്ക് പോയത്. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്ന കാരണം അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ അധികം നമ്മളതിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊന്നും നമുക്ക് അന്ന് വലിയ വശമില്ല. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് കൊച്ചു ഭയങ്കര കോപ്പറേറ്റീവ്. അപ്പം ഞാനിവന് അവിടെ അമ്മ വർക്കിംഗ് ആണ്, അച്ഛനും പോകും, അച്ഛൻ പോയി വരും അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല, ഞാൻ ക്യാരിങ് ആയിട്ടും കൂടി. അത്ര കോപ്പറേറ്റീവ് ആയിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും മതിയായിരുന്നു, അങ്ങനെയായിരുന്നു. ഞാനിങ്ങനെ ക്യാരിങ് ആയത് കാരണം കൊച്ചെന്തോ അത് മനസ്സിലാക്കി ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു നന്നു. ഇപ്പോഴും അതെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും രണ്ടുപേരും ഡിഫറെൻ്റാണ്. കുസൃതി ആണെങ്കിലും രണ്ടുപേരും ഡിഫറെൻ്റാണ്. എല്ലാം രണ്ടുപേരും ഡിഫറെൻ്റാണ്. എനിക്കിതിലൊന്നും വിഷമമില്ല കേട്ടോ. നമ്മളെപ്പോഴും രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവൻ്റെ സ്വഭാവം എന്താ, നീ ഇവനെ പോലെ അങ്ങനെ ഒരു കമ്പാരിസണും നമ്മൾ ചെയ്യാറില്ല കുഞ്ഞുങ്ങളുടെ അടുത്ത്. പക്ഷെ എനിക്ക് മുന്നേടെ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ കരഞ്ഞു പോയിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണ കാര്യത്തിലാണ്. നന്നുവിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ അംഗനവാടി പോകുമ്പോഴാണെങ്കിലും ഞാൻ അവനെ കൊണ്ട് ഹോംവർക്ക്, അംഗനവാടി കുഞ്ഞു ഒക്കെ ഇങ്ങനെ നമ്മളൊരു ബുക്കിൽ എഴുതാനൊക്കെ കൊടുക്കുമായിരുന്നു, ഹോംവർക്കൊന്ന് പിള്ളേരൊന്ന് യൂസ്ഡ് ടു ആവാനായിട്ട്. അപ്പം ആ സമയത്തൊക്കെ നന്നു എന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് ഹോംവർക്ക് എഴുതാനൊക്കെ അവൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൻ മടിയുണ്ട്, എന്നാലും എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ തല്ലി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. അപ്പോൾ അവർ പഠിത്തം വെറുത്തു പോകും. അപ്പോൾ വെറുത്തു പോയി കഴിഞ്ഞാൽ അത് അവരുടെ എൻ്റയർ ലൈഫിനെ അത് ബാധിക്കും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ തല്ലി പഠിപ്പിക്കാറില്ല, അവർ കളികളിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നന്നുവിന് കളികളുടെ ഉള്ളിൽ കളിക്കുമ്പോഴൊക്കെ ഇപ്പോൾ കളിയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും, ഇപ്പം ഞങ്ങളുടെ ഗ്രില്ലുണ്ടല്ലോ, അതിലെ കൂടി ഞാൻ അവനെങ്കിലും പിടിച്ച് നടത്തും. അപ്പോൾ ഇങ്ങനെ സൺഡേ മൺഡേ അങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അങ്ങനെ വീക്സിൻ്റെ പേര് പറയും, 1 2 3 1 2 അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കും. അപ്പോൾ അവനത് പഠിക്കാനും അത് പറയാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ മുന്നേ നേരെ റിവേഴ്സാണ്. റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നേ എൽ കെ ജി ഞാൻ എത്രമാത്രം ടീച്ചർ എന്നെ ഇപ്പോൾ കണ്ടാലും മുന്നേ ഒന്നും പഠിക്കില്ല, അവൻ ഫുൾ ടൈം ഉറക്കമാണോ, അവൻ അങ്ങനെയാണ് പടം. അസംബ്ലിക്കാണെങ്കിലും ഉറക്കം, പഠിക്കുന്ന സമയത്താണെങ്കിലും ഉറക്കം, ഉറങ്ങിക്കൊണ്ടിരിക്കാനൊക്കെ വെച്ച് ഡ്രോയിങ് കേട്ട് ചാടി എണീറ്റിരുന്ന് വരയ്ക്കും എന്ന് പറയണേ. അങ്ങനെയായിരുന്നു മുന്നേ. അത് എനിക്കതൊന്നും എനിക്ക് എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. എനിക്ക് സങ്കടപ്പെടുത്തിയത് ഇവന് നമുക്കൊരു ബേസിക്സ് കൊടുക്കണമല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കെങ്കിലും ഒരു ABCD വരെയെങ്കിലും ഒന്ന് അറിയണം എന്നുണ്ടല്ലോ. കാര്യം ഞാൻ കമ്പയർ ചെയ്യുന്നത് മൊത്തം നന്നുവിനെ വെച്ചിട്ടായിരുന്നു മുന്നേനെ. പുറമേ അല്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ എൻ്റെ നന്നുവിന് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. മുന്നേക്ക് എന്താ അപ്പം പഠിത്ത കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഇവരെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികളൊന്നും അങ്ങനെ ഇടപെടാറില്ല. പക്ഷെ അപ്പം നന്നുവിനെ പഠിപ്പിച്ച പോലെ എന്തുകൊണ്ട് എനിക്ക് മുന്നേനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. മുന്നേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മുന്നേ ഇരിക്കും എന്തോരം വേണമെങ്കിലും അവൻ എന്ന് എഴുതും, BB എല്ലാം എഴുതി ഒരു ബുക്ക് നിറച്ച് എഴുതി കഴിഞ്ഞാൽ അവൻ അറിയില്ല ഇത് എന്താണെന്ന്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു മുന്നേക്ക്. ഞാൻ ഇന്ന് സങ്കടം ഞാൻ എന്നും കരഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ എന്താവും നടത്തിട്ട്. ഇപ്പോഴൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ചിരിക്കുക കേട്ടോ. നമ്മുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്താട്ടോ ഞാൻ ഓരോന്ന് പഠിച്ചത്. ആ ഒരു കഥയിലേക്കാണ് വരുന്നത്. ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മുന്നേക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നുവല്ല മുന്ന. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാണ്, ഒരു ബ്ലഡ് ആണെങ്കിലും നന്നുവല്ല മുന്നാന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നു പെട്ടെന്നെല്ലാം ഗ്രാസ്പ് ചെയ്യും. അവനൊരു ഇത്തിരി ഒരു പക്വതയായി, അവന് പക്വത പെട്ടെന്ന് വന്നു, മെച്ചോർഡായി. അവൻ ഇത്തിരി മെച്ചോർഡായ രീതിയിൽ പെരുമാറും. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഓരോന്ന് കാണിക്കുമ്പോൾ നമ്മൾ അവൻ്റെ വില്ലത്തരമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും, നമ്മൾ ചിരിക്കും. അവൻ എന്ത് വില്ലത്തരം കാണിച്ചാലും നമ്മൾ അവനെ അടിക്കൊന്നും ചെയ്യാതെ. അപ്പോൾ അത് കാണുമ്പോൾ നന്നിൻ്റെ ഒരു സങ്കടമേ. അപ്പോൾ അവൻ അങ്ങനെ കാണിച്ചത് കുഴപ്പമില്ല അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ
അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അവൻ മുന്നേ കാണിക്കുന്നവരെ കാണിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, നന്നു രണ്ട് വ്യക്തികളാണ്, 2 ഇൻഡിവിജ്വൽസ് ആണ്. മോന് വേറെ ക്യാരക്ടറാണ്, അവന് വേറെ ക്യാരക്ടറാണ്. അവന് അങ്ങനെയാണ് ജന്മന. അതുകൊണ്ടാണ് അവന് നമ്മളൊന്നും അങ്ങനെ വഴക്കൊന്നും പറയാത്തേ എന്ന് പറയും. അപ്പോൾ അവൻ അങ്ങനെ ചെയ്തപ്പോൾ എന്തോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ അവന് മനസ്സിലാവും കേട്ടോ. നന്നു അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നന്നുവിന്. അപ്പം അങ്ങനെ രണ്ട് ഇൻഡിവിജ്വലാണ്. അപ്പം ഞാനത് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഇപ്പം മുന്നേ പഠിക്കുന്ന 2nd സ്റ്റാൻഡേർഡിൽ, നന്നു പഠിക്കുന്ന 4th. 2nd സ്റ്റാൻഡേർഡ് നന്നുവിൻ്റെ ഒരു IQ ലെവലല്ല മുന്നേക്ക്. IQ ലെവലിൻ്റെ അല്ല അത്. ഒരു മുന്നേക്ക് ഇപ്പോഴും കളി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി മുന്ന ഒരു സ്ലോ ലേണറാണ്, നന്നു ഇത്തിരി ഫാസ്റ്റ് ലേണറാണ്. അതാണ് എൻ്റെ കറക്റ്റ് വേർഡ്, ഫാസ്റ്റ് ലേണർ, സ്ലോ ലേണർ. അപ്പം ഞാനത് മനസ്സിലാക്കാനായിട്ട് ഈ അടുത്താട്ടോ എടുത്തത്. ഞാനൊരു 1st സ്റ്റാൻഡേർഡ്, അവൻ 1st സ്റ്റാൻഡേർഡ് ആകുമ്പോഴും എനിക്ക് അവനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ, ഇത് പഠിക്കണം, നീ എന്ത് ഇങ്ങനെ ചെയ്യട്ടെ, നീ എന്താ അത് ചെയ്ത്. അപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അതനുസരിച്ച് ഞാൻ കൊച്ചിന് പ്രഷർ കൊടുക്കുമായിരുന്നു. പക്ഷെ ഞാനത് റിയലൈസ് ചെയ്തു കേട്ടോ ഭയങ്കരമായിട്ട്. ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാനിപ്പോൾ അവന് ബേസ് കൊടുക്കണം, അവനൊരു ബേസ് വേണം എന്ന് മാത്രം ഞാൻ ഇപ്പം ചിന്തിക്കാറുള്ളൂ. അത്യാവശ്യം വായിക്കാൻ അറിയണം. കാര്യം അവനിപ്പോൾ CBSE അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് CBSE പറ്റില്ല. അപ്പം നന്നു ഇപ്പം അത്യാവശ്യം 5th ആയി. അവന് അത്യാവശ്യം വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, എന്താണെങ്കിലും അവന് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അപ്പോൾ അത് കാരണം തന്നെ ഞാനിപ്പോൾ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. CBSE ഇത്തിരി ഹാർഡാണ്. എൻ്റെ മുന്നേനെ ഞാൻ ഇതാക്കി പറയണമല്ല, പക്ഷേ എൻ്റെ കുഞ്ഞിന് അത് പറ്റുന്നില്ല. അപ്പം നമ്മളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിബർ മനസ്സിലാക്കി വേണമല്ലോ നമ്മൾ പഠിപ്പിക്കാൻ. അപ്പം ഞാൻ വെച്ച് സ്റ്റേറ്റിലേക്ക് മാറ്റാമെന്ന്. പക്ഷേ സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, CBSE എന്ന് പറഞ്ഞാൽ സ്പൂൺ ഫീഡിങ് ആണ്. നമുക്ക് എന്താണോ പഠിപ്പിക്കുന്നത് അതേ വരത്തുള്ളൂ. ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ എക്സാമും പുറത്തുനിന്ന് നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. അത് മുന്നേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് അതിനൊരു ട്രെയിനിങ് പോലെ അവന് അക്ഷരങ്ങളൊക്കെ ഒന്നും കൂടി ഇപ്പം 2nd സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഞാൻ അവൻ്റെ 1st സ്റ്റാൻഡേർഡിൻ്റെ ഒരു ലെവലേ ഞാൻ കാണുന്നുള്ളൂ. സ്ലോ ലേണർ ആയതുകൊണ്ട് പതുക്കെ, പക്ഷെ കുറച്ച് പഠിക്കും കേട്ടോ. പഠിക്കുന്നുണ്ട്. ഇവന് മാത്സ് നല്ല ഈസിയാണ്. മാത്സ് പഠിക്കാൻ നല്ല ഇഷ്ടമാണ്. നന്നുവിനത് മുന്നേക്കും അതെ മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് ഭയങ്കര ഈസിയാണ്. അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, അത് നമ്മൾ ഡിഫറൻസ് പഠിച്ചു. അപ്പോൾ അതൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് എന്തായാലും IQ ലെവൽ കുറവ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു. പഠന വൈകല്യം എന്നെന്താ പറയുക, അങ്ങനെയുള്ള ഒന്നുമില്ല. അവന് ഇത്തിരി സ്ലോ ലേണറാന്നേ ഉള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി. എന്തായാലും ഇത് ഈ വർഷമാണെങ്കിലും ഞാനൊരു ഇത്തിരി വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി. ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു മുന്നേനെ കുറിച്ച് ഓർത്ത്. പക്ഷെ ഇപ്പം ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടിരിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും അവനോട് പറയും, മോൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, നമുക്ക് ഒരു നിർബന്ധമില്ല, പക്ഷേ ക്ലാസ്സിൽ ലാസ്റ്റ് ആവരുത്. പക്ഷെ നന്നുവിനോട് ഞാൻ പറയും, മോൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ ട്രൈ ചെയ്യാൻ പറയും. കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാര്യം നന്നുവിന് അതിനുള്ള കാലിബർ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാനായിട്ട് ഏറ്റവും ഉദ്ദേശിച്ചത്. നന്നുവിനെ മുന്നേനെ കുറിച്ച് നമ്മൾ ഇച്ചിരി ഡീവിയേറ്റ് ചെയ്ത് പോയി. ഞാൻ അപ്പോഴേ എൻ്റെ ഈ ഓട്ടുപാത്രമൊക്കെ കണ്ടത്. അപ്പം ഞാൻ അത് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി. പിന്നെ എനിക്കൊരു കോൾ വന്നു. അപ്പം ഇത് പറയാനാണ് ഞാൻ കുറച്ച് ചിറ്റാറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അതാണ് നന്നു, അതാണ് മുന്ന. അപ്പം മുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ലത്തരമാണ്. അവൻ റെസ്റ്റ്ലെസ് ആണ് ഭയങ്കര. എന്നാൽ പിന്നെ പുറത്ത് പോയാൽ നല്ല കുട്ടികളാട്ടോ. പുറത്ത് പോയാൽ ഞാൻ എൻ്റെ നന്നുവിനെയും മുന്നേനെയും കൊണ്ട് ഒരു കുഴപ്പം എനിക്കില്ല. അവനോട് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മുന്നേനോട് ഭയങ്കര ഒരാൾ അവനോട് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവന് പേടിയില്ലെങ്കിൽ തലയിൽ കയറിയിരിക്കവൻ. ശരിക്കും പറഞ്ഞാൽ തലയിൽ കയറിയിരിക്കും. ഒരാൾക്ക് എൻ്റെ തലയിൽ ഞാൻ നാമം ചൊല്ല. അത് വേറൊരു കാര്യം. നമ്മൾ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്താൽ നന്നു എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കാനിരിക്കും. മുന്നേ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയില്ല, അവൻ പ്രാർത്ഥിക്കുകയില്ല. ഞാൻ പ്രാർത്ഥിക്കുക ഇങ്ങനെ നാമം ചൊല്ലുകയാണെങ്കിൽ അത് ഇവിടെ വന്ന് ഇരിക്കുമോ. ഞാൻ പറഞ്ഞില്ല തലയിൽ കയറി. ശരിക്കും ഉണ്ടായ സംഭവമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കും അവൻ എൻ്റെ. അപ്പോൾ നമുക്ക് കുഞ്ഞിന് വെയിറ്റ് ഇല്ല, അപ്പോൾ നമുക്ക് ഷോൾഡർ പെയിൻ വരുമല്ലോ. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ബാക്കിൽ വന്ന് അടിച്ചിട്ട് ഓടുക, കൈ തളർത്തിയിട്ട് അടിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ പുറത്തിട്ടിരിക്കും, നമുക്ക് വേനെടുക്കും. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു മുന്നേക്ക്. പക്ഷേ അതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെ നോർത്ത്. അപ്പോഴും ഞാൻ കമ്പയർ ചെയ്യുന്നത് അത് എൻ്റെ ഒരു ബുദ്ധി കുറവും എൻ്റെ ഒരു അറിവില്ലായ്മയാണ്. ഞാൻ കമ്പയർ ചെയ്യുന്നത് മൊത്തം എൻ്റെ മൂത്ത പുത്രനായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാലും രണ്ട് ക്യാരക്ടറായിരിക്കും. ഒന്നോ രണ്ടോ മൂന്നോ നാലും എത്ര പേരാണെങ്കിലും ചിലപ്പോൾ ചില കേസ് ഒരേപോലെ ക്യാരക്ടേഴ്സ് ഒരേപോലെ വരാം. പക്ഷേ ഇങ്ങനെയും വരാമെന്ന് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചു. ഞാൻ ഒരു ഫോഴ്സ് അവന് കൊടുക്കാറില്ല. മോന് മോനെ എഴുതുക. അപ്പോൾ അമ്മ ഞാൻ മറന്നു പോകണമ്മേ, ഞാൻ ഇവിടുന്ന് പഠിച്ചു പോയിട്ട് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും മറന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, മോന് പറ്റണ മോനെ മോനെ അറിയാവുന്ന മോനെ എഴുതിയാൽ മതി, സാരില്ല. ഓർത്ത് നോക്കി ഫോണറ്റിക്സ് ഒക്കെ നോക്കി മോൻ ട്രൈ ചെയ്താൽ മതി, വേറെ കുഴപ്പമില്ല. പക്ഷെ മോൻ ട്രൈ ചെയ്യാതെ കിട്ടില്ല എന്ന് പറയരുതട്ടാന്ന് പറയും.
അപ്പോൾ അത് പറയാനാട്ടോ ഞാൻ മെയിനായിട്ട്. അപ്പോൾ എൻ്റെ തുണിമടക്കലും നടക്കും. അപ്പോൾ ഞാൻ ഇന്നലെ അവൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഞാനിങ്ങനെ മുന്നേ എവിടെയൊക്കെയോ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അങ്ങനെ പോലെ നിങ്ങൾക്ക് തോന്നോ എന്ന് എനിക്ക് തോന്നി. ഞാൻ എക്സാമിൻ്റെ കാര്യമൊക്കെ പരീക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് അവനെ ഞാൻ ഒരിക്കലും പഠിക്കണ കാര്യത്തിൽ ഞാൻ ഫോഴ്സ് കൊടുത്തിരുന്നു. കുത്തി നിറച്ച് വെക്കണമല്ല കേട്ടോ, പഴയത് ഞാൻ ഉള്ളിലേക്ക് ആക്കിയില്ല. ഫോഴ്സ് കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ഞാൻ അവനെ ഇതെന്ത് ഇവൻ പഠിക്കാത്തത്, എനിക്ക് ഭയങ്കര സങ്കടം, കരഞ്ഞിട്ടുണ്ട് അവൻ്റെ മുന്നിൽ നോക്കിയിരുന്നു. അപ്പോഴൊന്നും കുഞ്ഞിങ്ങനെ ഇരിക്കുക എന്നല്ലാതെ അവൻ വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ടെക്സ്റ്റ് ഒന്നും ഇവൻ്റെ ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഇവൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ടെക്സ്റ്റ് വായിക്കുന്ന കാണുമ്പോൾ ഇവരൊന്നും വായിക്കില്ല. അപ്പോഴും എനിക്ക് സങ്കടം വരുന്നു, അയ്യോ എൻ്റെ കുഞ്ഞ് മാത്രം എന്താ ഇങ്ങനെ വായിക്കാതെ ഇരിക്കുന്നതെന്ന്. പക്ഷേ അതെല്ലാം എനിക്ക് മാറി. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞ് നന്നുവിന് ഞാൻ വഴക്ക് പറയും, ഞാൻ നന്നായിട്ട് ഞാൻ വഴക്ക് പറയും പഠിച്ചില്ലെങ്കിൽ. കാര്യം അവൻ്റെ അഹങ്കാരം കൊണ്ട് പഠിക്കാണ്ടിരിക്കണതാണ്. അവൻ മനഃപൂർവ്വം ഉഴപ്പുന്നതും അല്ലാതെയും തമ്മിൽ വ്യത്യാസമുണ്ട്. മുന്നേക്ക് കളിക്കാൻ മാത്രം ഇഷ്ടമുള്ളവന് എന്തോരം ടോയ്സ് ഇപ്പോഴും ഇപ്പം ഞങ്ങളുടെ മിക്ക വീഡിയോസും കണ്ടോ നിങ്ങൾക്കറിയാം. ടോയ്സിന് വേണ്ടിയിട്ടാണ് അവൻ അച്ഛനോട് വഴക്കുണ്ടാക്കുന്നതും കരച്ചിലും ബഹളമൊക്കെ. ഇത്ര സെക്കൻഡ് സ്റ്റാൻഡേർഡായിട്ട്. അപ്പം ഞാൻ അടുത്ത വർഷം അവനെ രണ്ടുപേരും സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഫീസ് അഫോർഡബിൾ അല്ല, അതൊന്ന്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ പഠിപ്പിക്കാൻ റെഡിയാണ്. പക്ഷെ അവർ അത്യാവശ്യം അവർക്കെല്ലാം അറിയാം. CBSE പഠിച്ച എല്ലാ ബേസും നന്നുവിന് കിട്ടിയിട്ടുണ്ട്. മുന്നേക്കും കുറച്ച് അവൻ്റെ ഇപ്പോഴത്തെ ലെവലിൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അത്ര അവന് കിട്ടിയിട്ടില്ലെങ്കിലും അവന് അത്യാവശ്യം ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ ഒന്നും കൂടി ഞാൻ ഇരുത്തി ഒന്ന് അക്ഷരമൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ പഠിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ അടുത്ത് ഇരിക്കില്ല. അത് കാരണം ഞാൻ അവനിപ്പോൾ ട്യൂഷന് വിടുക കേട്ടോ. അതും കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. എൻ്റെ അടുത്ത് അവന് കളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാണ്. പറയുമ്പോൾ ഞാൻ ട്യൂഷൻ എടുത്തോണ്ടിരുന്നതാണ്. ഞാൻ ട്യൂഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ വിടുന്ന പറയുമ്പോൾ എനിക്ക് നാണക്കേടാണ് പറയാൻ. എന്നാലും സാരില്ല, നമ്മൾ നോക്കുന്ന എങ്ങനെയായാലും എനിക്ക് എൻ്റെ കുഞ്ഞ് പഠിച്ചാൽ മതി. അത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്നൊന്നുമില്ല, ലാസ്റ്റ് ആവാതെ പഠിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് എടുത്തത്. ഇനി ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. എൻ്റെ ഞാനിപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഇത് വയ്ക്കാൻ സ്ഥലമില്ലല്ലോ, ഇത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ കമൻറ്റ് ചെയ്യാൻ പറയൽ മാത്രമേ ഉള്ളൂ, ആരും കമൻറ്റ് ചെയ്യാറില്ല. ഞാൻ എല്ലാ ദിവസവും നോക്കും കമൻറ്റ്സ് ഉണ്ടോ എന്ന്. പക്ഷെ ആരും കമൻറ്റ് ചെയ്യാറില്ല. എല്ലാവരും വീഡിയോ കാണും, സബ്സ്ക്രൈബും ചെയ്യാറില്ല, കമൻറ്റും ചെയ്യാറില്ല, ലൈക്കും ചെയ്യാറില്ല. വീഡിയോസിന് അത്യാവശ്യം ഞാൻ ഒരുപാട് ഇതൊന്നും ഇത് ചെയ്യുന്നില്ല. ഈ ഇതിന് പറഞ്ഞ ഐപോഡ് എന്നാണോ ഇതിന് പറയുന്നത്, ട്രൈപോഡോ എനിക്കറിയില്ല. ഇതെൻ്റെ ഒരു ചേച്ചിയുടെയാണ് കേട്ടോ. ഇത് ആകെ പൊളിഞ്ഞും ഇതിരിക്കുകയാണ്. ഞാൻ എന്നോടൊപ്പം ഇത് മേടിക്കാം, പിള്ളേർ പറയാമേ നമുക്ക് ഇത് മേടിക്കാം. അപ്പം ഞാൻ വിചാരിക്കും നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസ്സായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. ഞാൻ ഇവന്മാരൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടും, FBയിലൊക്കെ ഇടും. അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നു യൂട്യൂബിൽ, അത്രയേ ഉള്ളൂ. അതിന് മോണിറ്റൈസേഷൻ കിട്ടിയാൽ നമ്മൾ മേടിക്കാതിരിക്കില്ല. പക്ഷെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ. അപ്പോൾ മോണിറ്റൈസേഷൻ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വരുമാനം കിട്ടിയിട്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനൊരു എന്താ പറയുക സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രൈപോഡോ ഒന്നും ഞാൻ കുഞ്ഞുങ്ങളെപ്പോഴും പറയും ഓരോന്ന് വീഡിയോയിൽ കാണുമ്പോഴേ അമ്മ നമുക്ക് അങ്ങനെ മേടിക്കാമേ, നമുക്ക് വീഡിയോ ചെയ്യാൻ ഇത് ചെയ്യാമേ അത് ചെയ്യാമേ. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വരുമാനം കിട്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ആ പൈസ കിട്ടി അതിനകത്ത് ഒരു ട്രൈപോഡൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു അർത്ഥമുണ്ട്. ഒരു ഇതില്ലാതെ നമുക്ക് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ, 2ാമത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോഴും ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഞങ്ങൾക്ക് സാരില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനത് ഇതുപോലെ ഇടുന്നൊന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും.
വ്യൂ കാണും എല്ലാവരും. ഞാൻ ഇന്ന് മുതൽ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നന്നുവിൻ്റെ മുന്നേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർക്കിപ്പോൾ എക്സാമാണ്, അതുപോലെ അവരൊരു മൂഡിലേക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് മുന്നേനെ നമുക്ക് മെരുക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഒരു യൂട്യൂബ് ചാനലിൽ മുന്നേ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു സ്ട്രഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അത്ര സ്ട്രഗിൾ ഞാൻ മുന്നേനൊന്ന് യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ അവസാനം. അപ്പോൾ ഇവന്മാർക്ക് പിന്നെ നന്നുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഞാൻ തന്നെ പറയണം, മുന്നേ ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ അതും നന്നുവിന് ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഞാനും പിന്നെ നന്നുവിനെയും അധികം അവന് സ്ട്രെയിൻ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു സെൽഫായിട്ടുള്ളൊരു സെൽഫിഷ് പോലെ ആയിപ്പോലെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം അവരെ കുത്തി ഏൽപ്പിച്ച് ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇന്ന് ഒറ്റയ്ക്കൊരു വീഡിയോ ഹിറ്റാവും. നോക്കട്ടെ ഇത് എത്ര പേര് കാണും, റെസ്പോൺസ് എങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട, ഇതൊരു ലെയറിൽ ബാക്കിൽ 2 ലെയറും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിതേ കബോർഡ് നിങ്ങളോട് സംസാരിക്കുന്ന ഇടയിൽ എൻ്റെ പണിയും കഴിഞ്ഞു. ബോറടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്ര നേരം സഹിച്ച് കേട്ട് ഇരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനി എന്താ, എൻ്റെ ഈ സാധനം ഇത് ഒടിഞ്ഞു തോന്നി. അപ്പോൾ ചേച്ചിയുടെ നിന്ന് മേടിച്ച ട്രൈപ്പോഡാണിത്. അപ്പോൾ ചേച്ചി അവിടെ വെറുതെ, ചേച്ചിക്ക് ചാനലിലോ ഒന്നുമില്ല, ചേച്ചി ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചാണിത്. ചേച്ചി തുടങ്ങണമില്ല. ഇത് എന്ന് വെച്ചാൽ അവിടെയും കുരുത്തക്കെട്ട കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അതുപോലെ അവരൊരു പാകമാക്കി വെച്ചേച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അത് എന്തായാലും എനിക്കിങ്ങനെ കൈ എപ്പോഴും പിടിക്കണ്ടല്ലോ, നമുക്ക് പൈസ ചിലവും ഇല്ല അല്ലേ. ഓസിനെടുത്തിട്ട് വന്നതാണ്, അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒടിഞ്ഞിരിക്കുക. ഈ റിംഗ് ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല. റിംഗ് ലൈറ്റ് മേടിച്ചപ്പോൾ തന്നെ എന്തോ കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഫോൺ ഇങ്ങനെ വെക്കാം, പക്ഷേ ഇതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനിതിങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ നന്നു മുന്നേ വരാറായിട്ടുണ്ട്. അവർക്ക് ചായയൊക്കെ തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പറയണ പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് തട്ടിയേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.